ഒരാൾ കൂടി ഞങ്ങൾക്കിടയിലേക്ക് വരുന്നതെന്നറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. അതിലേറെ സന്തോഷമായിരുന്നു ഞങ്ങളുടെ ദിച്ചുമ്മയ്ക്ക്. തമ്മിൽ കാണാത്തവർ തമ്മിൽ കഥകൾ പറഞ്ഞു തുടങ്ങി, ഉമ്മകൾ നൽകി. ആ സമയത്ത് അവിടെ കുസൃതികളൊക്കെ എനിക്ക് ഒരുപാട് ദേഷ്യം ഉണ്ടാക്കുന്നതായിരുന്നു. ഞാൻ എത്ര ദേഷ്യപ്പെട്ടാലും കുറച്ച് നേരമൊക്കെ പിണങ്ങി നിന്നിട്ട് പിന്നെ വന്നിട്ട് അത് സാരമില്ലമ്മേ, നമ്മുടെ വീട്ടിൽ കുഞ്ഞുവാവയല്ലേ എന്ന് അവൾ പറയുമ്പോൾ എന്നെ അത് ഒരുപാട് അത്ഭുതപ്പെടുത്തുമായിരുന്നു. രാത്രി കിടക്കുമ്പോഴും രാവിലെ എണീക്കുമ്പോഴുമെല്ലാം അവളുടെ ആദ്യ ചോദ്യം കുഞ്ഞുവാവയെ പറ്റിയായിരുന്നു. തന്നെ കുളിക്കാനും തന്നെ എഴുതാനും ഒക്കെ എൻ്റെ കുഞ്ഞാ സമയത്ത് പഠിച്ചു. എന്നെ കൈ പിടിച്ച് നടത്തുന്ന എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് അവൾ മാറുമായിരുന്നു. അതുപോലെ കെയർ ചെയ്യുമായിരുന്നു അവൾ എന്നെ. കുഞ്ഞാവ വന്നപ്പോൾ ആദ്യമൊക്കെ അവൾക്കൊരു പരിഭ്രമമായിരുന്നു. എല്ലാവരും കുഞ്ഞാവയൊക്കെ നോക്കുന്നതൊക്കെ കണ്ടപ്പോൾ അവൾക്കൊരു ചെറിയ ടെൻഷനൊക്കെ ആയിരുന്നു. പിന്നീട് കുഞ്ഞാവ മാത്രമായിരുന്നു ലോകം. എന്നും അച്ഛയ്ക്കൊപ്പോൾ ഓടി വരും കുഞ്ഞാവയെ കാണാൻ. അത് രാവിലെ അംഗനവാടി പോകുന്നതിന് മുന്നേ, അല്ലെ വൈകിട്ട് അംഗനവാടി കഴിഞ്ഞിട്ട് എപ്പോഴാണെന്ന് വെച്ചാൽ എപ്പോൾ സമയം കിട്ടിയാലും എൻ്റെ കുഞ്ഞ് ഓടി ഓടി വരും. കുഞ്ഞാവെ വന്ന് കാണും, ഒരു 100 ഉമ്മ കൊടുക്കും, അതിനെ കെട്ടിപ്പിടിച്ചിരിക്കും, മടിയിൽ വെക്കും, കളിപ്പിക്കും. പെട്ടെന്ന് തന്നെ അവിടെ ഒരു ചേച്ചിമ്മയായി മാറി. എൻ്റെ കുഞ്ഞെന്നും വന്ന് തിരിച്ചു പോകുമ്പോൾ വന്നിട്ട് തിരിച്ചു പോകുന്ന ഒരു സമയത്ത് എൻ്റെ നെഞ്ച് പൊട്ടുന്ന പോലെ തോന്നുമായിരുന്നു. എൻ്റെ കൂടെ കിടക്കണമെന്നും പറഞ്ഞ് ഇപ്പോഴും ഇടയ്ക്കൊക്കെ അവൾ കരയും. പിന്നെ ഞാനും അവളും ഇതിനോട് പൊരുത്തപ്പെട്ടു.